ബാലരാമപുരത്ത് 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു എന്ന കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അടിമുടി ാക്കളെയും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനെയും മുത്തശ്ശിയുമടക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ഒരു സംഭവത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ ശക്തമായ ദുരൂഹതകളും സംശയങ്ങളുമൊക്കെ പോലീസ് തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്താണ് ഇത്തരത്തിൽ 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദു എന്ന പെൺകുഞ്ഞിനെ വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടക്കം മുതൽ തന്നെ ഇവരുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മാവിൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ പരസ്പര വിരുദ്ധമായ മൊഴികളും അത്തരത്തിൽ ചില സാഹചര്യങ്ങളുമൊക്കെയാണ് പോലീസിൻ്റെ സംശയം, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലുള്ള പോലീസിൻ്റെ സംശയം ബലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അതിവൈകാരികമായ സാഹചര്യത്തിൽ പോലും ഇവരെ കുട്ടിയുടെ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ മുത്തശ്ശിയെയും അമ്മയുടെ സഹോദരനെയും അതായത് കുട്ടിയുടെ അമ്മാവിനെയും അടക്കം ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട ദേവേന്ദു. ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ അമ്മാവനായ ഹരികുമാറും അതുപോലെ തന്നെ മുത്തശ്ശി ശ്രീകുമാരിയുമൊക്കെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ദിവസം കുട്ടിയെ കാണാനില്ല എന്ന് മാതാപിതാക്കൾ തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് അടക്കം നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ വീട്ടിൻ്റെ പ്രദേശത്തുള്ള വീട്ടിൻ്റെ കോമ്പൗണ്ടിനുള്ള കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ഇത് ഒരു കാരണവശാലും കുട്ടി അവിടേക്ക് നടന്നുപോയി വീഴാനുള്ളൊരു സാഹചര്യമില്ല. നമുക്കറിയാം, സംരക്ഷണ ഭിത്തികളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും തന്നെ അവിടേക്ക് നിലതെറ്റി വീഴുന്നൊരു സാഹചര്യം ഒരു രീതിയിലും ഉണ്ടാകില്ല. ഈ ഒരു സംഭവം നടന്ന ദിവസം കുട്ടി എവിടെയാണ്, ആർക്കൊപ്പമാണ് ഉറങ്ങിയത് എന്നുള്ള കാര്യത്തിലടക്കം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് രക്ഷിതാക്കളടക്കം നൽകുന്നത്. കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള വ്യക്തിയുടെ ഹരികുമാറിൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് എന്നാണ് അമ്മ പറയുന്നത്. എന്നാൽ കുട്ടി അമ്മയോടൊപ്പം ആണ് രാത്രി ഉറങ്ങിയിരുന്നത് എന്ന് അച്ഛനും പറയുന്നു. അത്തരത്തിൽ വ്യത്യസ്തമായ മൊഴികളിൽ ആ ഒരു വൈരുദ്ധ്യം തന്നെയാണ് പ്രധാനമായും ഇതൊരു കൊലപാതകമാണോ എന്നുള്ള തരത്തിലേക്ക് പോലീസ് സംശയിക്കാനുണ്ടായ പ്രധാന കാരണം. ഈ ഒരു കുട്ടിയെ കാണാതാകുന്ന ദിവസം രാത്രി അമ്മാവിൻ്റെ മുറിയിൽ തീപിടുത്തമുണ്ടായതായും പറയുന്നു. ആ ഒരു തീപിടുത്തം അണയ്ക്കാനായി വെള്ളമൊഴിക്കുന്ന സാഹചര്യത്തിലും ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ സാഹചര്യത്തിലാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയത് എന്നതായിരുന്നു കൊടുത്ത പരാതിയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മൊഴികളിലെ വൈരുദ്ധ്യവും ചില സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ ഇതൊരു കൊലപാതകം ആകാനുള്ള എല്ലാ സാധ്യതയുമാണ് പോലീസ് നിലവിൽ ഈ ഒരു പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി അത്തരം നിഗമനത്തിലാണ് എത്തുന്നത്. പരാതി കൂടി ഇവർ ബാലരാമപുരം പോലീസിന് നൽകിയിരുന്നു. പക്ഷേ അത് ഒരു വ്യാജ പരാതിയാണ് എന്ന് തോന്നിയ സാഹചര്യത്തിൽ ഇവർ ഈ പോലീസ് ഇത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. മാത്രമല്ല, കുട്ടിയുടെ മുത്തശ്ശൻ മരിച്ചിട്ട് ഏകദേശം 16 ദിവസം മാത്രമേ ഇന്ന് തികയുന്നുള്ളൂ. അത്തരമൊരു സാഹചര്യം കൂടി ആ ഒരു വീട്ടിലുണ്ട് എന്നുള്ളതാണ്. മുത്തശ്ശൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണാനന്തര കർമ്മങ്ങളൊക്കെ 16-ാം ദിവസമായി ഇന്ന് നടക്കാനിരിക്കെ കൂടിയാണ് ഇത്തരത്തിൽ കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കളെയും കുട്ടിയുടെ അമ്മാവനെയും അതുപോലെ തന്നെ മുത്തശ്ശിയുമൊക്കെ തന്നെ വിശദമായി തന്നെ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈവരികളുള്ള കിണറായതിനാൽ കുട്ടി തനിയെ വീഴാൻ ഒരു സാധ്യതയുമില്ലെന്ന് സ്ഥലം MLA കൂടിയായ വിൻസെൻ്റ് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ വലിയൊരു ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം ജനപ്രതിനിധികളും ഉറപ്പിക്കുന്നു. നാട്ടുകാരടക്കം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കുട്ടിയെ കാണാനില്ലാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് വലിയ നിലവിളിയും ഒച്ചപ്പാടും ബഹളവുമൊക്കെ സാധാരണഗതിയിൽ ഇത്തരം വീടുകളിൽ ഉണ്ടാകാറുണ്ട്. പ്രധാനമായും ചെറിയ കുഞ്ഞാണ്, പിഞ്ചു കുഞ്ഞാണ്, 2 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു ബഹളങ്ങളോ നിലവിളികളോ ഒന്നും ആ വീട്ടിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി പരിസരവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, കുരുക്കിട്ട നിലയിൽ ഒരു 3 കയറുകൾ ഈ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് സാധാരണഗതിയിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ തൂങ്ങി മരിക്കുമ്പോൾ എങ്ങനെയാണോ കയറ് കുരുക്കിടുന്നത് ആ രീതിയിൽ 3 കുരുക്കിട്ട കയറുകളും കൂടി ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ അപായപ്പെടുത്തിയതിന് ശേഷം
കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാനായിരുന്നോ ശ്രമം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനായി തന്നെയാണ് ഇപ്പോൾ ഇവിടെ മാതാപിതാക്കളെയും അമ്മാവനെയും കുട്ടിയുടെ മുത്തശ്ശിയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയത്. കുറച്ചധികം മണിക്കൂറുകളായി ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ്റെ മുറിയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തീപിടുത്തമുണ്ടായിരുന്നു. ആ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നതിൻ്റെയൊക്കെ ശ്രമങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയെ കാണാനില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ മാതാപിതാക്കൾ പറഞ്ഞു. മായ മൊഴികളൊക്കെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സസ്പീഷ്യസായി, അല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണോ, ഈ 2 വയസ്സുകാരിയുടെ മരണം സ്വാഭാവിക മരണമല്ല, അതൊരു ദുരൂഹ മരണമാണ്, കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് പോലീസിൻ്റെ നിഗമനങ്ങൾ എത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുട്ടിക്കൊരു 4 വയസ്സുള്ള സഹോദരി കൂടി ഉണ്ട് അറിയുന്നു. എന്തായാലും നിലവിലിപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വലിയൊരു ജനക്കൂട്ടവും മാധ്യമങ്ങളിലെ വലിയൊരു കൂട്ടവുമെല്ലാം ഇവിടെയുണ്ട്. സ്വാഭാവികമായും വലിയ ദുരൂഹമായ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എന്തായാലും എങ്ങനെയാണ് ഈ ഒരു കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഉത്തരം കിട്ടണമെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഈ ഒരു കുറേയധികം സംശയങ്ങൾക്ക് പോലീസിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കളെയും മുത്തശ്ശിയും അമ്മാവനെയും ഒക്കെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ ഒരു സാഹചര്യത്തിൽ പോലും ചോദ്യം ചെയ്യുന്നൊരു നടപടിയിലേക്ക് പോലീസ് കടന്നത്. എന്തായാലും ഇപ്പോഴും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ ഈ ഒരു ദേവേന്ദു എന്ന 2 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളുടെ വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാനില്ല എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കൾ തന്നെ നൽകുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് അടക്കം നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ വീട്ടിന് സമീപത്തുള്ള കിണറ്റിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ തുടക്കം മുതൽ തന്നെ കുട്ടി ആരോടൊപ്പം ഉറങ്ങി എന്നുള്ള ചോദ്യത്തിൽ പോലും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കുട്ടിയുടെ മാതാപിതാക്കളായിട്ടുള്ള ശ്രീതും ശ്രീജിത്തും കുട്ടി അമ്മയുടെ സഹോദരനൊപ്പമാണ് ഉറങ്ങിയത് എന്ന് അമ്മ പറയുകയും, അതുപോലെ തന്നെ എന്നാൽ അങ്ങനെയല്ല, കുട്ടി അമ്മയോടൊപ്പമാണ് രാത്രി ഉറങ്ങിയിരുന്നത് എന്ന് അച്ഛൻ പറയുകയും ഒക്കെ ചെയ്യുന്നു. അത്തരത്തിൽ കുട്ടി ആരോടൊപ്പം ഉറങ്ങി എന്നുള്ള കാര്യത്തിൽ പോലും പരസ്പര വൈരുദ്ധ്യമായ മൊഴികളാണ് ഇവരിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. മാത്രമല്ല ഉരുക്കിട്ട നിലയിൽ
കുരുക്കിട്ട നിലയിൽ 3 കയറുകൾ പോലീസിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. അതായത് സാധാരണഗതിയിൽ തൂങ്ങി മരിക്കുമ്പോൾ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്യുമ്പോൾ എങ്ങനെയാണോ കയർ ഇട്ട് മുറുക്കുന്നത്, ആ രീതിയിൽ പരസ്പരം കെട്ടുപിണഞ്ഞ രീതിയിലുള്ളൊരു കുടുക്ക്, ഒരു കയർ കൊണ്ടുള്ള ഒരു കുരുക്ക് പോലീസിന് ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ അപായപ്പെടുത്തിയതിന് ശേഷം കുടുംബമടക്കം ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി പോലീസ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. നെയ്യാറ്റിൻകര DYSPയുടെ നേതൃത്വത്തിലാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. പുലർച്ചെ ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിയുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു മൊഴിയെടുപ്പ് തുടങ്ങിയിട്ട്. എന്തായാലും ഇതൊരു സാധാരണഗതിയിലുള്ള മരണമല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു കൊലപാതകമാണോ, അല്ലെങ്കിൽ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാകണം. കൃത്യമായ ഉത്തരങ്ങൾ ഈ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ ലഭിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നെയ്യാറ്റിൻകര കോട്ടുകാൽ കോണത്തെ ശ്രീജിത്ത് ദമ്പതികളുടെ മകളാണ് മരണപ്പെട്ട 2 വയസ്സുകാരിയായിട്ടുള്ള ദേവേന്ദുവിന് ഒരു 4 വയസ്സുള്ള സഹോദരി കൂടിയുണ്ട് എന്ന് അറിയുന്നു. കഴിഞ്ഞ ദിവസമാണ് ദേവേന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സ്വാഭാവികമായും തിരച്ചിലിനൊക്കെ ഇത്തരത്തിൽ ഫയർഫോഴ്സിനെ അടക്കം വിളിക്കുന്ന സാഹചര്യമുണ്ട്. ആ രീതിയിൽ ഫയർഫോഴ്സ് അടക്കം വന്ന് ഈ ഒരു കിണറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കിണറ്റിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ 2 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്.